നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊക്കെ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുമ്പോൾ കേൾക്കുന്ന പൊതുവെയുള്ള ഒരു ചോദ്യമാണ്, എത്ര പാനലുകൾ സ്ഥാപിച്ചാലാണ് നമ്മുടെ വീട്ടിലെ കറണ്ട് ചാർജ് സീറോ ആക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ കറണ്ട് ചാർജ് കൊടുക്കാതിരിക്കാൻ സാധിക്കുന്നതെന്ന്. കൂടുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപഭോക്താക്കൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങൾക്ക് വാഷിംഗ് മെഷീനുണ്ട്, ഫ്രിഡ്ജുണ്ട്, ടി വി ഉണ്ട്, AC ഉണ്ട്, ഇത്രയും വർക്ക് ചെയ്യണം, എത്ര സോളാർ പ്ലാന്റ് സ്ഥാപിക്കണം, എത്ര പാനലുകളാണ് സ്ഥാപിക്കേണ്ടതെന്ന്, എത്ര കിലോ വാട്ടിൻ്റെ അല്ലെങ്കിൽ എത്ര കപ്പാസിറ്റിയുള്ള സോളാർ പ്ലാന്റുകളാണ് നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയാൻ കഴിയും. വളരെ ലളിതമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ആദ്യമായി ഈ സോളാർ പ്ലാന്റുകൾ പാനലുകളുടെ എണ്ണമനുസരിച്ചല്ല നമ്മൾ പറയുന്നത്, അത് കിലോ വാട്ട് അനുസരിച്ചാണ്. നമ്മുടെ ഉപഭോഗത്തിനനുസരിച്ച് നമ്മുടെ വീടുകളിൽ എത്ര കിലോ വാട്ടിൻ്റെ പ്ലാന്റുകളാണ് സ്ഥാപിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കിലോ വാട്ടിലാണ് നമ്മൾ പറയുന്നത്. സാധാരണയായി ഒരു വീട്ടിൽ 3 കിലോ വാട്ട് മുതൽ മുകളിലേക്ക് നമുക്ക് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കഴിയും. 3 കിലോ വാട്ടിന് താഴെയും സ്ഥാപിക്കാൻ കഴിയും. അത് ഗവൺമെൻറ് ചില പ്രയോറിറ്റിയുള്ള ആളുകൾക്കൊക്കെ 2 കിലോ വാട്ടിൻ്റെ സോളാർ പ്ലാന്റുകളൊക്കെ സ്ഥാപിച്ചു നൽകാറുണ്ട് ചില പദ്ധതി പ്രകാരം. എന്നാൽ സാധാരണ ഒരു കുടുംബത്തിൽ 3 കിലോ വാട്ട് മുതൽ മുകളിലോട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് 3 കിലോ വാട്ടിൻ്റെ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാം. 5 ആകാം, അത് 8 ആകാം, 10 ആകാം, അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് കിലോ വാട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ പാനലുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല. നമ്മൾ പറയേണ്ടത് നമ്മുടെ വീട്ടിൽ എത്ര കിലോ വാട്ടിൻ്റെ സോളാർ പ്ലാന്റാണ് സ്ഥാപിക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എത്ര കിലോ വാട്ടിൻ്റെതാണ് എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ല. നമുക്കെല്ലാവർക്കും 2 മാസം കൂടുമ്പോൾ ഒരു കറണ്ട് ബില്ല് ലഭിക്കാറുണ്ട്. ആ കറണ്ട് ബില്ലിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര യൂണിറ്റ് വൈദ്യുതിയാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ 2 മാസത്തിൽ കൂടുമ്പോൾ നമുക്ക് വരുന്നത് 600 യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കണക്കാക്കിയാൽ ഒരു മാസത്തെ ഉപയോഗം അതിൻ്റെ പകുതിയായ 300 ആയിരിക്കും. അപ്പോൾ ഒരു മാസത്തെ ഉപഭോഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി ഒരു ദിവസം എത്ര വൈദ്യുതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. ആ 300 യൂണിറ്റിനെ 30 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടും 10 എന്ന ഉത്തരം. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 10 യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് 10 യൂണിറ്റ് കിട്ടുന്ന ഒരു സോളാർ പ്ലാന്റാണ് സ്ഥാപിക്കേണ്ടത്. അതായത് നമുക്ക് ഒരു ദിവസം 10 യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 10 യൂണിറ്റ് കിട്ടുന്ന ഒരു വൈദ്യുത സോളാർ പ്ലാന്റ് സ്ഥാപിക്കണം. അപ്പോൾ നമുക്ക് 3 കിലോ വാട്ടിൻ്റെ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിച്ചാൽ നമുക്ക് 12 യൂണിറ്റ് വൈദ്യുതി കിട്ടും. അതെങ്ങനെയെന്നാൽ 1 കിലോ വാട്ട് സോളാർ പ്ലാന്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് 4 യൂണിറ്റ് വൈദ്യുതിയാണ്. അങ്ങനെയെങ്കിൽ 3 കിലോ വാട്ടിൻ്റെ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചാൽ 4 × 3 12 യൂണിറ്റ് വൈദ്യുതി കിട്ടും. 1 കിലോ വാട്ടിൽ നിന്ന് മിനിമം 4 യൂണിറ്റ് വൈദ്യുതിയിൽ കുറയാതെ നമുക്ക് ലഭിക്കും. ഇനി വൈദ്യുതി കൂടുതൽ ലഭിക്കണമെങ്കിൽ അതിന് മറ്റു മാർഗങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. അപ്പോൾ 3 കിലോ വാട്ടിൻ്റെ ഒരു സോളാർ പ്ലാന്റ് നമ്മൾ സ്ഥാപിച്ചാൽ 12 യൂണിറ്റ് വൈദ്യുതി നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ ഉപയോഗം 10 യൂണിറ്റാണ് ഒരു ദിവസം. നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന 3 കിലോ വാട്ട് സോളാർ പ്ലാന്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് 12. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് ടാലിയായി പോകും. അപ്പോൾ നമുക്ക് 12 യൂണിറ്റ് കിട്ടുന്ന 3 കിലോ വാട്ടിൻ്റെ ഒരു സോളാർ പ്ലാന്റാണ് സ്ഥാപിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
ഉപഭോഗം അത് കൂടുതലാണ് എങ്കിൽ അതിനനുസരിച്ച് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി നമുക്ക് വ്യത്യാസപ്പെടുത്താം. അത് തന്നെ നമ്മളുടെ കറണ്ട് യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ കഴിയുന്നത്. 1 കിലോ വാട്ടിന് 4 യൂണിറ്റ് വൈദ്യുതി കിട്ടും എന്ന് മനസ്സിലാക്കി നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തെടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന് അനുസരിച്ചുള്ള സോളാർ പ്ലാന്റ് എങ്ങനെ സ്ഥാപിച്ചെടുക്കാമെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി 12-ന് മുകളിലേക്ക് നമ്മുടെ ഉപഭോഗം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തമ്മിൽ യോജിച്ചു പോവുകയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ഈ പാനലുകളുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. വിവിധ തരത്തിലുള്ള പാനലുകൾ വിപണിയിൽ ലഭ്യമാണ്. ബൈഫേഷ്യൽ പാനലുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1 കിലോ വാട്ടിന് 4 യൂണിറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി ടോപ്കോൺ പോലെയുള്ള അദാനി പോലെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ടോപ്കോൺ ടെക്നോളജിയുള്ള ടോപ്കോൺ പാനലുകൾ ഉപയോഗിച്ചാൽ ഒരു 3 കിലോ വാട്ട് പ്ലാന്റ് സ്ഥാപിച്ചാൽ നമുക്ക് 18 യൂണിറ്റ് വരെയൊക്കെ വൈദ്യുതി ലഭിക്കും. 6 യൂണിറ്റ് വൈദ്യുതിയൊക്കെ നമുക്ക് കൂടുതലായി ലഭിക്കും. നല്ല ടെമ്പറേച്ചറുള്ള സമയത്ത് കണക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും 10 ഉപയോഗമുള്ള ഒരു ദിവസം 10 യൂണിറ്റാണ് നമുക്ക് ചിലവാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും 16 യൂണിറ്റ് കിട്ടുമ്പോൾ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചാൽ പോലും നമുക്ക് കറണ്ട് ചാർജ് വരികയില്ല. കറണ്ട് ചാർജ് ഫിക്സഡ് ചാർജിൽ നമുക്ക് ഉറപ്പിച്ച് നിർത്താൻ കഴിയും. അപ്പോൾ ഇനി നമ്മൾ ആരോടും ഇൻസ്റ്റാളറോട് ചോദിക്കേണ്ട കാര്യമില്ല, എൻ്റെ വീട്ടിൽ എത്ര കിലോ വാട്ടിൻ്റെ സോളാർ പ്ലാന്റ് സ്ഥാപിക്കണം എന്ന് ചോദിക്കേണ്ടതില്ല. നമുക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇത്ര കിലോ വാട്ടിൻ്റെ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കണം, അതിനെന്താണ് നിങ്ങൾക്ക് ചിലവാകുന്ന തുക എന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. ആരോടും ചോദിച്ച് AC വർക്ക് ചെയ്യാൻ ഇത്ര, TV വർക്ക് ചെയ്യാൻ ഇത്ര, വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാൻ ഇത്ര എന്ന് ചോദിച്ച് നടക്കേണ്ടതില്ല. നമുക്ക് തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കുറഞ്ഞ ചിലവിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കൂ, കൈനിറയെ സമ്മാനങ്ങൾ നേടൂ. ബാങ്ക് ലോൺ സൗകര്യത്തോടു കൂടി ബ്രാൻഡഡ് പാനലുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഹിഡൻ ചാർജുകൾ ഒന്നും തന്നെ ഇല്ലാത്ത സുതാര്യമായ പ്രവർത്തനം. ടീം സോളാർ സൺ ടെക്നോളജീസ്, അമ്പലപ്പുഴ. ഫോൺ 0477 227 1995 9846 005924.